പ്രൈസിലോട് അനുഗ്രഹിക്കപ്പെട്ടതായ പകൽക്കാലത്തിനായിട്ട് ഞാൻ ദൈവത്തിന് എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഹാലിലെ തുടർമാനമായിട്ട് 34-ാം സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ വായിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ 4-5 വാക്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇന്ന് 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. ഈ എലീവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിലവിളിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. കഷ്ടതയുടെ വേദനയുടെ രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ നിലവിളിക്കേണ്ടവൻ്റെ അടുത്ത് നിലവിളിച്ചാൽ പ്രിയമുള്ളവരെ വിടുതല. ഹല്ലേലൂയ. മറക്കല്ല് കേട്ടോ, മറക്കല്ല്. വിളിവെന്ന് അതിൻ്റെ 17-ാം വാക്യം പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, ആ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇവിടെ പറയുക എളിവൻ നിലവിളിച്ചു, ഒരുവൻ നിലവിളിച്ചു. മറ്റൊന്ന് 17 പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ചു. ഹല്ലേലൂയ. നീതിമാന്മാരായിരിക്കുന്നവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച് നമ്മളെ സകല കഷ്ടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഈ വചനത്തിന് മുമ്പാകെ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് തറപ്പിച്ച് പറയുക. 4-ാം വാക്യത്തിൽ പറയുന്നു, സകല ഭയങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ദൈവത്തിന് 5-6-ാം വാക്യത്തിൽ പറയുന്നു, സകല കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. കഷ്ടതയുടെ വേദനയുടെ രോഗത്തിൻ്റെ നടുവിലാണോ നമ്മളെ വിടുവിക്കുന്ന ഒരുവനുണ്ടെന്ന് ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. 20-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. 20-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 20-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. കഷ്ടകാലത്ത് നമുക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൽ 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. 50-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 50-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന, ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ പറയുകയാണ്. സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ കഴിയും, കഷ്ടതയുടെ വേദനയുടെ രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ കൂടി ഞാൻ കടന്നു പോയപ്പോൾ എന്നെ വിടുവിച്ച് ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. എന്നെ കരുതിയ ഒരു നല്ല കർത്താവ്, എൻ്റെ കൂടെ നടന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. സകല കഷ്ടങ്ങളിൽ നിന്ന് നിലവിളിച്ചാൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ അവൻ മാറിപ്പോകത്തില്ല. നമ്മുടെ കരച്ചിലിൻ്റെ മുമ്പിൽ അവൻ നിൽക്കുക തന്നെ ചെയ്യും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടെന്ന സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. 91-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനം. അവിടെ പറയുന്നു, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കുമെന്ന്. കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ്, കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക ഉത്തരമള്ളുന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാ പ്രിയമാണ്? നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. കഷ്ടതയുടെ വേദനയുടെ രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ഹല്ലേലൂയ വചനത്തിന് മുമ്പാകുന്ന ഏൽപ്പിച്ചു കൊടുക്കുക. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. എന്നിട്ട് പറയുക, ഞാൻ അവനെ വിട്ടുവെച്ച് മഹത്വപ്പെടുത്തുമെന്ന. ദൈവത്തിന് സ്തോത്രം. അടുത്ത തുണയായിരിക്കുന്നവന്. ദൈവത്തിന് സ്തോത്രം. വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളുന്നവൻ. കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ. നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. നിലവിളിയുടെ മുമ്പിൽ നിൽക്കും. കഷ്ടതയുടെ വേദനയുടെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ടെന്ന ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ അവനെ വിടുവിച്ചു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു എന്ന് വിടുവിച്ചു എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയാണ് വിടുവിക്കുന്നത്. പാളയമിറങ്ങി കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ യഹോവയുടെ ദൂതൻ ഇറങ്ങി വിടുവിക്കും. നമുക്കറിയാം, ഒരു പത്രോസിനെ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ ഇട്ടു. നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനെ പിറ്റേ
ദിവസം കൊന്നു കളയണമെന്ന് തീരുമാനിച്ചിട്ടാണ് കാരാഗൃഹത്തിലിട്ടത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, സഭ ശ്രദ്ധയോടുകൂടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ഹല്ലേലൂയ, കരയുന്ന ഒരു സഭ, കണ്ണുനീരൊഴുക്കുന്ന ഒരു സഭ, കഷ്ടതയുടെ വേദനയുടെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നമ്മൾ കരയുന്ന ഒരു സഭയായി തീരട്ടെ പ്രിയമുള്ളവരെ. കരയുന്നുവെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൂതന്മാരെ ഇറക്കും. നമുക്കറിയാം പത്രോസ് ഹല്ലേലൂയ കാരാഗൃഹത്തിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ദൂതൻ ഇറങ്ങി അവൻ്റെ ബിലാപ്പുറത്ത് തട്ടിയെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, കാരാഗ്രഹത്തിൻ്റെ അകത്താണെങ്കിലും ദൂതനെ ഇറക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നീ കടന്നു പോകേണ്ടി വന്നാലും ദൂതനെ ഇറക്കി, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി വിടുതലയക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. വിലാപ്പുറത്ത് തട്ടിയെന്ന് അവനെ എഴുന്നേൽപ്പിച്ചു പത്രോസിനെ. ഹല്ലേലൂയ, ഒരു സ്വപ്നം കാണുന്നത് പോലെ പത്രോസിന് തോന്നി. എന്നിട്ട് പത്രോസിനോട് എൻ്റെ പിന്നാലെ വരിക. ഹല്ലേലൂയ. നമുക്കറിയാം, 1-ാം കാവലും 2-ാം കാവലും അവൻ തുറന്ന് അവൻ്റെ പിന്നാലെ പോയിട്ട് ലാസ്റ്റിലൊരു ഹല്ലേലൂയ ഒരു ഇരുമ്പ് ഗേറ്റുണ്ട്, അവർക്ക് സ്വതവേ തുറന്ന ചിലത്. ഹല്ലേലൂയ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളെ വിടുവിപ്പാൻ കർത്താവിന് പദ്ധതി. ഹല്ലേലൂയ, നമ്മുടെ മുൻപിൽ ചിലത് തുറന്നു പോകും, സ്വതവേ തുറക്കും. പ്രിയമുള്ള, തുറക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും, ഹല്ലേലൂയ, തുറക്കത്തില്ലെന്ന് പറഞ്ഞ് അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ മുൻപിൽ സ്വതവേ തുറക്കും. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം, കരയുന്ന വിഷയം, കണ്ണുനീരൊഴുക്കുന്ന വിഷയമില്ലയോ, അതിന്മേൽ ദൂതൻ ഇറങ്ങാൻ പോവാ. വിശ്വസിക്കുക, അതിന്മേൽ ദൂതൻ ഇറങ്ങാൻ സമയമായി. നമുക്ക് വേണ്ടി സ്വതവേ തുറന്നു വരുവാൻ സമയമായി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുനീരും വേദനകളും ബുദ്ധിമുട്ടുകളും ഹല്ലേലൂയ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ വചനമൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് വേണ്ടി ദൂതനിറങ്ങിച്ച് പ്രവർത്തിപ്പാൻ സമയമായി. നമ്മെ തന്നെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങൾ അവനെ വെടിവെച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ശത്രുന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വെടിവെക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങൾ അവരെ വെടിവെച്ചു. ദൈവത്തിന് സ്തോത്രം. പാളയമിറങ്ങി നമ്മെ വെടിവെക്കുന്ന ദൂതൻ. ഹല്ലേലൂയ. താൻ ആരുടെ അടുക്കല? തൻ്റെ ഭക്തന്മാരുടെ അടുക്കൽ. കരയുന്ന ദൈവമക്കൾക്ക് വേണ്ടി, കരയുന്ന കണ്ണുനീരൊഴുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൂതനെ ഇറക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനത്തിനുമായി ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിടുതൽ ഞങ്ങളുടെ മതി അയക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.